എല്ലാവർക്കും നമസ്കാരം. ഇന്റർലെസിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന് തൊട്ട് മുമ്പേ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള റിവിഷൻസ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നും അറിയാൻ കഴിയാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ രണ്ടല്ല, ഇനി ഒരു പാട്ടും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഒട്ടും അറിയാൻ വയ്യാത്തവരെ സംബന്ധിക്കുന്നിടത്തോളം LP ആയാലും കേറ്ററ്റിനായാലും ഏറ്റവും സിമ്പിൾ ആയിട്ട് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള പോർഷൻസ് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് കവർ ചെയ്ത് പോകാവുന്ന തരത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തത്. കാര്യത്തിലേക്ക് പോകാം, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനു മുമ്പ് കുറെ തിയറീസും അതിന്റെ തിയറിസ്റ്റുകളെയും പഠിച്ചിരുന്നു. ഇനി നോക്കാം അസിമിലേഷനും അക്കോമഡേഷനും. ആരുമായി ബന്ധപ്പെട്ട പദമാണ്? ജീൻ പിയാഷെയുമായി ബന്ധപ്പെട്ടാണ്. അറിയാലോ, അസിമിലേഷൻ സ്വാംശീകരണം, അക്കോമഡേഷൻ സംസ്ഥാപനം എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സാണ് നമ്മുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സിൽ ഇതിൽ നടക്കുന്ന രണ്ട് പ്രോസസ്സാണ് ഈ അസിമിലേഷനും അക്കോമഡേഷനും. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ സ്വാംശീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ് നോളജിനുമായിട്ട് പുതിയ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നതാണ്? ഇന്റർ കണക്ട് ചെയ്യുന്നതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. പഴയ അറിവും പുതിയ അറിവും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് അസിമിലേഷൻ, സ്വാംശീകരണം. അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഒരു അറിവ് സ്കീം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു എന്തെങ്കിലും പ്രശ്നത്തെ പരിഹരിക്കുന്നതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ നിലവിലെ സ്കീമിക്ക് നവീകരണം സംഭവിക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു സ്കീമയിൽ നവീകരണം ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നു. പുതിയൊരു സ്കീമയ്ക്ക് നമ്മുടെ വൈജ്ഞാനിക ഘടനയിൽ സ്ഥാനം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അക്കോമഡേഷൻ. ഈ രണ്ട് പദങ്ങളും ജീൻ പിയാഷെയുമായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് ഓർക്കുക. ഓക്കെ, ദെൻ അടുത്തത് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ഇല്ലേ, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് ആശയദാന മാതൃക ആരുമായി റിലേറ്റ് ചെയ്തതാണ്? ആരുടെ ആശയമാണ്? ജെറോമസ് ബ്രൂണറിൻ്റെതാണ്. ജെറോം എസ് ബ്രൂണർ. ഇനി ഡിസ്കവറി ലേണിംഗ് അറിയാലോ, കണ്ടെത്തൽ പഠനം ആരുമായി ബന്ധപ്പെട്ടതാണ്? ജെറോമസ് ബ്രൂണറിൻ്റെതാണ്. ദെൻ സ്പൈറൽ കരിക്കുലം, സർപ്പിള രീതി അല്ലെ ചാക്രികാരോഹണ രീതി, അല്ലെ കരിക്കുലം പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതിയിലായിരിക്കണമെന്ന് പറഞ്ഞതാരാണ്? ജെറോമസ് ബ്രൂണർ ആണ്. ഓക്കെ, ഇപ്പോൾ കൺസെപ്റ്റ് അറ്റൈൻമെന്റ്, ഡിസ്കവറി ലേണിംഗ്, സ്പൈറൽ കരിക്കുലം ഇതെല്ലാം ജെറോമസ് ബ്രൂണറുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ജെറോം എസ് ബ്രൂണർ. പിന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് ആരുമായി റിലേറ്റ് ചെയ്താണ്? വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അല്ലേ, അതായത് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം, ഇതിന്റെ വക്താവ് ആരാണ്? വൈഗോട്സ്കിയാണ്. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ ഉപജ്ഞാതാവ് വൈഗോട്സ്കിയാണ്. കുട്ടി സമൂഹവുമായി ഇടപഴകിക്കൊണ്ട് അറിവ് നിർമ്മിക്കുന്നു, അതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ. കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു എന്നുള്ളത് കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്നു. അല്ലേ, അപ്പോ ഈ അറിവ് സമൂഹവുമായി ഇടപഴകിക്കൊണ്ട് നിർമ്മിക്കുന്നു എന്ന് പറയുന്നതാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആരുമായി ബന്ധപ്പെട്ടാണ്? വൈഗോട്സ്കിയുമായി റിലേറ്റ് ചെയ്താണ്. അല്ലെ, വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പൊ അറിയാമല്ലോ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമീപസ്ഥ വികാസ മണ്ഡലം നമ്മൾ മലയാളത്തിൽ പറയും. അതായത് ഒരു വ്യക്തിക്ക് തനിയെ നിന്ന് പ്രവർത്തിക്കാവുന്ന ഒരു തലമുണ്ട്, ഒരാളുടെ സഹായത്തോടു കൂടി എത്തിച്ചേരാവുന്ന ഒരു ലെവലുണ്ട്. ഇല്ലേ, ഈ രണ്ട് ലെവലുകളുടെയും ഇടയിലുള്ള സ്പേസ്, അതാണ് നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരാളിന്റെ സഹായത്തോടു കൂടി ഒരു വ്യക്തി എത്തിച്ചേരാനുള്ള ഒരു പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും സ്വന്തം നിലയിൽ എത്തിച്ചേരാവുന്ന ഒരു ലെവലുമുണ്ട്. ഈ രണ്ട് ലെവലുകൾക്കിടയിലുമുള്ള ആ മണ്ഡലമാണ് ZPD എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വ്യക്തി വൈഗോട്സ്കി ആണെന്ന് ഓർക്കുക. ഇനി സ്കഫോൾഡിങ് അല്ലെങ്കിൽ MKO, മോർ നോളജബിൾ അതർ എന്നുള്ളതാണ് MKOയുടെ ഫുൾ ഫോം. അപ്പൊ ഈ സ്കഫോൾഡിങ് എന്ന് പറയുന്ന ആ കൈത്താങ് എന്ന് പറയുന്ന ആശയം തന്നെയാണ് MKO എന്ന് വൈഗോട്സ്കി ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലേ, അപ്പോൾ ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ വൈഗോട്സ്കിയുടെ ആശയങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്, അല്ലെ MKO എന്ന് ചോദിച്ചാലും വൈഗോട്സ്കി തന്നെയാണ് കേട്ടല്ലോ. അപ്പൊ കൈത്താങ് എന്ന് പറയുന്നതാണ് നമ്മൾ ഒരു വ്യക്തി തനിയെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു തലം എത്തുന്നത് വരെ അയാൾക്ക് കൊടുക്കുന്ന സഹായത്തെയാണ് നമ്മൾ സ്കഫോൾഡിങ് അല്ലെങ്കിൽ കൈത്താങ് എന്ന് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, കൈത്താങ് ആരുടെ ആശയമാണെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, വൈഗോട്സ്കിയുടേതാണ്. ഓക്കെ, ദെൻ കൾച്ചറൽ ടൂൾ, സാംസ്കാരിക ഉപകരണങ്ങൾ എന്ന് പറയുന്ന ആശയം ആരുടേതാണ്? വൈഗോട്സ്കിയുടേതാണ്. സാംസ്കാരിക ഉപകരണങ്ങൾ എന്ന് പറയുന്നത് വൈഗോട്സ്കിയുടേതാണ്. നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. വൈഗോട്സ്കിയുടെ ആശയമായിട്ടുള്ള ഈ കൾച്ചറൽ ടൂൾസ് എന്ന് പറയുന്നത് അത് രണ്ട് തരമുണ്ടെന്ന് പറയുന്നു. അതായത് ഒന്ന് ഫിസിക്കൽ ടൂളും അടുത്തത് സൈക്കോളജിക്കൽ ടൂളും കേട്ടല്ലോ, അല്ലെങ്കിൽ ടെക്നിക്കൽ ടൂൾ എന്ന് പറയും. ഫിസിക്കൽ ടൂളും ടെക്നിക്കൽ ടൂളും, ഭൗതിക ഉപകരണങ്ങളും മാനസിക ഉപകരണങ്ങളും എന്ന് നമ്മൾ പറയും. ഇത് കൾച്ചറൽ ടൂൾസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് മാനസിക ഉപകരണവും അടുത്തത് ഏതാണ്?
പിന്നെ ഭൗതിക ഉപകരണം, ഫിസിക്കൽ ടൂളും. അപ്പോൾ ഇത് രണ്ടും വൈഗോട്സ്കിയുടെ ആശയമാണ്. അത് കൾച്ചറൽ ടൂൾസ് ആരുടേതാണെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, വൈഗോട്സ്കിയുടേതാണ്. ഓക്കെ, ദെൻ അടുത്തത് ഏതാണ്? മീനിങ് വെർബൽ ലേണിംഗ്. മീനിങ് വെർബൽ ലേണിംഗ്, അർത്ഥപൂർണമായ ഭാഷാപര പഠനം ആരുടെ തിയറിയാണ്? ഡേവിഡ് ഓസ്ബലിന്റെ തിയറിയാണ്. ഡേവിഡ് ഓസ്ബൽ, മീനിങ് വെർബൽ ലേണിംഗ് എന്ന തിയറി ഡേവിഡ് ഓസ്ബലിൻ്റെതാണ്. ദെൻ ഈ തിയറിയെ തന്നെ നമ്മൾ പല പേരിൽ വിളിക്കും. സബ്സംഷൻ തിയറി, ഉൾച്ചേർക്കൽ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു സബ്സംഷൻ തിയറി. അതും അങ്ങനെ ചോദിച്ചാലും ഈ മീനിങ് വെർബൽ ലേണിംഗിന്റെ മറ്റൊരു പേരാണ്. അതേപോലെ റിസപ്ഷൻ ലേണിംഗ്, സ്വീകരണ പഠനം. പിന്നെ എക്സ്പോസിറ്ററി ലേണിംഗ് എന്ന് ചോദിച്ചാലും, വിശദീകരണ പഠനം എന്ന് ചോദിച്ചാലും ഡേവിഡ് ഓസ്ബലിന്റെ മീനിങ് വെർബൽ ലേണിംഗിനെ തന്നെയാണ് പറയുന്നത്. അതിന്റെ മറ്റ് പേരുകളാണെന്ന് ഓർക്കുക. അപ്പോൾ മീനിങ് വെർബൽ ലേണിംഗ് ഡേവിഡ് ഓസ്ബൽ, സബ്സംഷൻ തിയറി ഡേവിഡ് ഓസ്ബൽ, അല്ലെ റിസപ്ഷൻ ലേണിംഗ് എന്ന് ചോദിച്ചാൽ ഡേവിഡ് ഓസ്ബൽ. ഇത് കൂടാതെ എന്താണ് സ്വീകരണ പഠനം, അതല്ലാതെ എക്സ്പോസിറ്ററി ലേണിംഗ് എന്ന് ചോദിച്ചാൽ ഡേവിഡ് ഓസ്ബൽ തന്നെയാണ്. ഓക്കെ, ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് അഡ്വാൻസ് ഓർഗനൈസർ. അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരുടേതാണ്? ഡേവിഡ് ഓസ്ബലിൻ്റെതാണ് അല്ലേ. അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത് ഡേവിഡ് ഓസ്ബലിൻ്റെതാണ്. അതായത് നമ്മൾ പുതിയ നോളജിനെ പഴയ നോളജുമായിട്ട് കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു എന്താണ് പാലം പോലെ പ്രവർത്തിക്കുന്നതാണ് ഇത് അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ആ ഒരു ആശയം കൊണ്ടുവന്നത് ആരാണ്? ഡേവിഡ് ഓസ്ബൽ ആണ് ഇല്ലേ. ഏതൊരു അറിവും നമ്മൾ പുതിയതായിട്ട് ലഭിക്കുമ്പോൾ അതിനെ നമ്മൾ ഏതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ വൈജ്ഞാനിക ഘടനയിലുള്ള പഴയ നോളജുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് അല്ലെ. അതുകൊണ്ട് അത് അങ്ങനെ ലിങ്ക് ചെയ്യുന്നതിനുള്ള, പഴയതും പുതിയതും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതിനുള്ള ഒരു ബ്രിഡ്ജ്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് ഏത്? അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്ന സംഭവം. മനസ്സിലായോ? അത് ഡേവിഡ് ഓസ്ബലിന്റെ ആശയമാണെന്ന് ഓർക്കുക. ദെൻ പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ, ഇതും ഈ അഡ്വാൻസ് ഓർഗനൈസറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നതാണ്. പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ എന്ന ആശയം അതും ഡേവിഡ് ഓസ്ബലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് ഈ പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ സ്റ്റാർട്ട് വിത്ത് എ സിമ്പിൾ എന്താണ് ഐഡിയ എന്ന് പറയും അല്ലേ. ഒരു വളരെ ലളിതമായ ഒരു ഐഡിയ വെച്ച് വേണം ഒരു കോൺസെപ്റ്റ് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് എന്ത് ചെയ്യാൻ? ദെൻ സ്ലോലി ആഡ് ഡീറ്റെയിൽസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പിന്നീട് നമ്മൾ പതുക്കെ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ആഡ് ചെയ്യുക. അപ്പോഴാണ് കുട്ടിക്ക് നന്നായിട്ട് അത് മനസ്സിലാവുക. ഈ ഒരു ക്രമത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ? പ്രോഗ്രസീവ്, ക്രമമായിട്ട്. അപ്പം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ, ആശയങ്ങൾ കുട്ടിക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു ക്രമം, അതിനെക്കുറിച്ചാണ് ഈ പ്രോഗ്രസീവ് ഡിഫറൻസിയേഷനിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പദം ആരുമായി ബന്ധപ്പെട്ടതാണ്? ആരുടെ തിയറിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഡേവിഡ് ഓസ്ബൽ. അതേപോലെ മറ്റൊരു വാക്കാണ് ഇന്റഗ്രേറ്റീവ് റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇന്റഗ്രേറ്റീവ് റെക്കൺസിലിയേഷൻ, ഇതും നമ്മുടെ ഡേവിഡ് ഓസ്ബലുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇന്റഗ്രേറ്റീവ് റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത് ഇതും എന്താണ്? നമ്മൾ നേരത്തെ അഡ്വാൻസ് ഓർഗനൈസറുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ എന്താ, പുതിയ ഐഡിയാസിനെ പഴയ ഐഡിയാസിലോട്ട് ലിങ്ക് ചെയ്യുന്നതിന്റെ ആ ഒരു ഇതാണ് പറയുന്നത് ഇന്റഗ്രേറ്റീവ് റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. കണക്റ്റിംഗ് ന്യൂ ഐഡിയാസ് വിത്ത് എന്താണ് ഓൾഡ് ഐഡിയാസ് കേട്ടോ, ആൻഡ് ലിങ്കിങ് എവറിത്തിങ് ടുഗദർ. അതാണ് ഈ ഇന്റഗ്രേറ്റീവ് റെക്കൺസിലിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഡേവിഡ് ഓസ്ബലുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് ഓർക്കുക. എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ മീനിങ് വെർബൽ ലേണിംഗ് ഡേവിഡ് ഓസ്ബലിൻ്റെതാണ്, അർത്ഥപൂർണമായ ഭാഷാപര പഠനം. ദെൻ അതിനെ തന്നെ നമ്മൾ സബ്സംഷൻ തിയറി, ഉൾച്ചേർക്കൽ സിദ്ധാന്തം എന്നും റിസപ്ഷൻ ലേണിംഗ് എന്ന്, അതേപോലെ എക്സ്പോസിറ്ററി ലേണിംഗ് എന്നൊക്കെ അറിയപ്പെടും. ഇതെല്ലാം ഡേവിഡ് ഓസ്ബലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ അഡ്വാൻസ് ഓർഗനൈസർ എന്ന ആശയം ഡേവിഡ് ഓസ്ബലിൻ്റെതാണ്. ഓക്കെ, ദെൻ പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ എന്ന ആശയം ഡേവിഡ് ഓസ്ബലിൻ്റെതാണ്. ഇന്റഗ്രേറ്റീവ് റെക്കൺസിലിയേഷൻ എന്ന ആശയം ഡേവിഡ് ഓസ്ബലിൻ്റെതാണ്. ദെൻ അടുത്തത് നോക്കിക്കുക, ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ച് എന്ന പദം ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് എപ്പോഴും ചോദിക്കുമ്പോൾ നമുക്ക് ഓപ്ഷനിൽ സ്റ്റീഫൻ എം കോറി ആയിരിക്കും തന്നിരിക്കുക. ആക്ഷൻ റിസർച്ച് എന്ന പദം, ക്രിയാ ഗവേഷണം, ഇത് കൂടുതൽ പ്രചരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ എം കോറിയാണ്. എന്നാൽ ആക്ഷൻ റിസർച്ച് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? കർട്ട് ലെവിൻ ആണെന്ന് ഓർത്തോണെ. കർട്ട് ലെവിനാണ് ആക്ഷൻ റിസർച്ച് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കർട്ട് ലെവിനാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ആക്ഷൻ റിസർച്ച് എന്നറിയപ്പെടുന്നത്. കർട്ട് ലെവിനാണ്. എന്നാൽ ലോകത്തിൽ പ്രചരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ എം കോറിയാണ്. അപ്പൊ നിങ്ങളുടെ ഓപ്ഷനകത്ത് സ്റ്റീഫൻ എം കോറിയാണ് കിടക്കുന്നതെങ്കിൽ അത് എഴുതുക. പ്രചരിപ്പിച്ചതെന്നുള്ള
ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദ്യത്തിനനുസരിച്ചാണ് ഉത്തരം എഴുതാൻ. എന്നാൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ കർട്ട് ലെവിനാണ്. അവിടെ സ്റ്റീഫൻ എം കോറി കിടക്കുന്നതെന്നും പറഞ്ഞ് ചാടി എഴുതരുത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം എഴുതാൻ. ഫാദർ ഓഫ് ആക്ഷൻ റിസർച്ച് കർട്ട് ലെവിനാണ്. എന്നാൽ ആക്ഷൻ റിസർച്ചിനെ ലോകമെമ്പാടും പ്രചരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീഫൻ എം കോറി, അല്ലെങ്കിൽ അതിനെ കൂടുതൽ വികസിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സ്റ്റീഫൻ എം കോറിയാണ്. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ സോഷ്യൽ ലേണിംഗ് തിയറി ഇല്ലേ, സാമൂഹ്യ പഠന സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണ്? ആൽബർട്ട് ബന്ദൂരയുമായി ബന്ധപ്പെട്ടതാണ് ഇല്ലേ. സോഷ്യൽ ലേണിംഗ് തിയറി ആൽബർട്ട് ബന്ദൂര. ദെൻ ഒബ്സർവേഷണൽ ലേണിംഗ്, നിരീക്ഷണ പഠനം എന്ന് നമ്മൾ പറയില്ലേ, അതും ബന്ദൂരയുമായി ബന്ധപ്പെട്ടതാണ്. ഒബ്സർവേഷണൽ ലേണിംഗ് ഈ സോഷ്യൽ ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ടാണ്. ഒബ്സർവേഷൻ ലേണിംഗ് ബന്ദൂരയുടേതാണ്, ആൽബർട്ട് ബന്ദൂര. നിരീക്ഷണ പഠനം, കുട്ടി ഓരോ കാര്യങ്ങളെ നമ്മളെ ഒരു മോഡൽ നോക്കി അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് അവന്റെ സ്വഭാവത്തിൽ അത് നല്ലതും ചീത്തയും ഒക്കെ അങ്ങനെ മുതിർന്നവരെ നോക്കിയാണ് കുട്ടി പഠിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു തിയറിയാണ് ഈ സോഷ്യൽ ലേണിംഗ് തിയറി, ഒബ്സർവേഷണൽ ലേണിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ദെൻ ആ തിയറിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്ന പരീക്ഷണം ഏതാണ്? ബോബോ ഡോൾ എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ ബോബോ ഡോൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ആൽബർട്ട് ബന്ദൂരയുമായി ബന്ധപ്പെട്ടതാണ്. ബോബോ ഡോൾ പരീക്ഷണം ആരുടേതാണ്? ആൽബർട്ട് ബന്ദൂര. അങ്ങനെയാണ് ഈ ഒബ്സർവേഷണൽ ലേണിംഗ് എന്നൊക്കെയുള്ള സിദ്ധാന്തത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. സോഷ്യൽ ലേണിംഗ് തിയറി എന്നൊക്കെ പറയുന്ന തിയറിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. ഓക്കെ. അപ്പോൾ സോഷ്യൽ ലേണിംഗ് തിയറി ആൽബർട്ട് ബന്ദൂര, ഒബ്സർവേഷണൽ ലേണിംഗ് ആൽബർട്ട് ബന്ദൂര, ബോബോ ഡോൾ എക്സ്പെരിമെന്റ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ആൽബർട്ട് ബന്ദൂര. ദെൻ സോഷ്യോമെട്രി, സാമൂഹ്യമിതി ആരുടേതാണ്? ജെ.എൽ. മൊറീനോയുടേതാണ് അല്ലെ. സോഷ്യോമെട്രി ജെ.എൽ. മൊറീനോ ആണ്. സോഷ്യോമെട്രിയുടെ വക്താവാരാണ്? ജെ.എൽ. മൊറീനോ. ദെൻ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കാതറിൻ ബ്രിഡ്ജസിന്റെ ആണ് അല്ലെ. വൈകാരിക വികാസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്, വൈകാരിക വികസനമാണ് ചോദിച്ചിരിക്കുന്നത്. ഇമോഷണൽ ഡെവലപ്മെന്റ് കാതറിൻ ബ്രിഡ്ജസ് ആണ്, കാതറിൻ ബ്രിഡ്ജസ്. ദെൻ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആരുമായി ബന്ധപ്പെട്ടതാണ്? എറിക്സണുമായി ബന്ധപ്പെട്ടതാണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് കേട്ടോ, മനോസാമൂഹിക വികാസം ആരുമായി ബന്ധപ്പെട്ടതാണ്? എറിക് എച്ച് എറിക്സൺ എന്ന് പറയുന്ന വ്യക്തിയുടേതാണ്. 8 ഘട്ടങ്ങളിലായിട്ട് തന്റെ വികാസ ഘട്ടങ്ങളൊക്കെ കൊണ്ടുവന്നത് എറിക്സൺ ആണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ഈ ആരുടെ സിദ്ധാന്തങ്ങളാണ് എന്നുള്ള മാത്രം പഠിക്കുകയാണ്. ഓക്കെ. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എറിക്സണിൻ്റെതാണ്. ദെൻ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന പദം ആരുമായി ബന്ധപ്പെട്ടതാണ്? എറിക്സണുമായി ബന്ധപ്പെട്ടതാണ്. ഈ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിലെ 8 ഘട്ടങ്ങളിൽ ഒരു ഘട്ടത്തിൽ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിനെ കുറിച്ച് പറയുമ്പോൾ എറിക്സൺ പറഞ്ഞിരിക്കുന്ന ഒരു വേർഡാണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന ആശയം. ഓക്കെ. അപ്പോൾ കൗമാരകാലത്തുണ്ടാകുന്ന ഒരു ഇതല്ലേ, അത് തൻ്റെ ഐഡന്റിറ്റി എന്താണ് എന്ന് തിരിച്ചറിയാതെ എന്ത് ചെയ്യുന്നത്, ഒരു ആശയക്കുഴപ്പത്തിലാകുന്ന ഒരു ഘട്ടമാണ്. ഇപ്പൊ ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയും നമ്മുടെ അഡോളസൻസുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. ഇത് ഈ ഒരു ആശയം ആര് പറഞ്ഞാണെന്ന് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. എറിക്സൺൻ്റെതാണ് കേട്ടല്ലോ. ഇനി ലാഡ്, LAD എന്താണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ട പദമാണ്? നോം ചോംസ്കി ഇല്ലേ. നോം ചോംസ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലാഡ്. എല്ലാ ആളുകളും ജനിക്കുമ്പോൾ തന്നെ എന്താണ്, അവരുടെ ഉള്ളിൽ ഒരു ഭാഷ ആർജന സംവിധാനം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഈ ലാഡ് എന്ന് പറയുന്നത്. ആരാണ് അത് പറഞ്ഞിരിക്കുന്നത്? നോം ചോംസ്കി ആണ്. നോം ചോംസ്കി, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, നോം ചോംസ്കി. ദെൻ യൂണിവേഴ്സൽ ഗ്രാമർ, യൂണിവേഴ്സൽ ഗ്രാമർ എന്ന പദവും നോം ചോംസ്കിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് കേട്ടോ. യൂണിവേഴ്സൽ ഗ്രാമർ. പിന്നെ എന്താണ്? ട്രാൻസ്ഫർമേഷണൽ ഗ്രാമർ, അതേപോലെ അതും നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ടതാണ്. ട്രാൻസ്ഫർമേഷണൽ ഗ്രാമർ, അപ്പോൾ അത് നോം ചോംസ്കിയുടേതാണ്. അപ്പം ലാഡ്, യൂണിവേഴ്സൽ ഗ്രാമർ, പിന്നെയോ ട്രാൻസ്ഫർമേഷണൽ ഗ്രാമർ തുടങ്ങിയവയൊക്കെ നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണെന്ന് ഓർക്കുക. ഓക്കെ. ദെൻ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന ആശയം ആരുമായി റിലേറ്റ് ചെയ്താണ്? ജോൺ ഡൂയിയുമായി റിലേറ്റ് ചെയ്താണ് കേട്ടോ. പ്രവൃത്തിയിലൂടെ പഠിക്കുക എന്നുള്ളത് ലേണിംഗ് ബൈ ഡൂയിങ് ആരുമായി റിലേറ്റ് ചെയ്താണ്? ജോൺ ഡൂയിയുമായി റിലേറ്റ് ചെയ്തതാണ്. ദെൻ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, അത് ജോൺ ഡൂയിയുടേതാണ് കേട്ടോ. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന ആശയം ജോൺ ഡൂയി. ദെൻ എഡ്യൂക്കേഷൻ ഫോർ ഡെമോക്രസി എന്നുള്ള കോൺസെപ്റ്റും ജോൺ ഡൂയിയുമായി റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ ലേണിംഗ് ബൈ ഡൂയിങ് ജോൺ ഡൂയി, പിന്നെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ജോൺ ഡൂയി, എഡ്യൂക്കേഷൻ ഫോർ ഡെമോക്രസി എന്ന ആശയവും ജോൺ ഡൂയിയുടേതാണ്. 3 കാര്യങ്ങൾ പറഞ്ഞു. ലേണിംഗ് ബൈ ഡൂയിങ്, പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ആണ് പറഞ്ഞത്. പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ഹോസ്പിറ്റൽ ആണെന്ന് ഓർത്തോണം. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജോൺ ഡൂയി,
പിന്നെയോ എഡ്യൂക്കേഷൻ ഫോർ ഡെമോക്രസി എന്ന് പറയുന്നത് ജോൺ ഡൂയിയുടെ ആശയമാണ്. പിന്നെ അടുത്തത് ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറയുന്ന പദം ആരുമായി ബന്ധപ്പെട്ടാണ്? റോബർട്ട് ഹാവിഗസ്റ്റിൻ്റെതാണ്. റോബർട്ട് ഹാവിഗസ്റ്റ്. ഡെവലപ്മെന്റൽ ടാസ്ക് റോബർട്ട് ഹാവിഗസ്റ്റ്. എന്താണ് ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പോൾ ഓരോ കുട്ടിയും ഓരോ പ്രായത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള, അത് ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കുട്ടിയും അഭ്യസിക്കേണ്ടതായിട്ടുള്ള ചില ശേഷികൾ, അതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു പ്രായത്തിൽ നടക്കാനും പിന്നെ എന്താണ് എഴുതാനും വായിക്കാനും ഒക്കെ നമ്മൾ പഠിക്കണം ഇല്ലേ? അതിനുശേഷം കൗമാരത്തിലേക്ക് കിടക്കുമ്പോൾ എന്താണ് സൗഹൃദങ്ങൾ കൂടാനും പിന്നെ നമ്മുടെ കരിയറിലേക്ക് വേണ്ട കാര്യങ്ങൾ, പഠനം ഏത് രീതിയിൽ കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള അറിവ് നമ്മൾ ആർജിക്കണം. അങ്ങനെ നിരവധി കാര്യങ്ങൾ അറിയാലോ. പിന്നെ യൗവനത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുടുംബജീവിതത്തിലേക്ക് കിടക്കുന്ന കാര്യങ്ങൾ, പിന്നെ എന്താണ് സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ ഘട്ടത്തിലും എന്ത് ചെയ്തിരിക്കണം? ഒരു വ്യക്തി പഠിച്ച് വരേണ്ടതുണ്ട് ഇല്ലേ? അപ്പോൾ അതാത് ഘട്ടങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സ്കിൽസുകളൊക്കെ ഓരോ വ്യക്തിയും അച്ചീവ് ചെയ്യണം. അതിനെക്കുറിച്ചാണ് ഈ ഡെവലപ്മെന്റൽ ടാസ്കിൽ പറയുന്നത്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഈ പറഞ്ഞ ശാരീരിക, മാനസിക, സാമൂഹികമായ വളർച്ചയ്ക്ക് വേണ്ടി അഭ്യസിക്കേണ്ട ശേഷികളെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന് പറയുന്നത്. ഇത് ആരുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഹാവിഗസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഓക്കെ, റോബർട്ട് ഹാവിഗസ്റ്റ് ആണ് ഡെവലപ്മെന്റൽ ടാസ്കിന്റെ വക്താവാരാണ്? റോബർട്ട് ഹാവിഗസ്റ്റ് ആണ്. അപ്പോൾ ഒരു ബാക്കി ഉള്ള 62, അപ്പൊ മൊത്തം നമ്മൾ ഫസ്റ്റ് വീഡിയോയിലും ഈ രണ്ടാമത്തെ പാർട്ടിലുമായിട്ട് 62 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇതിന്റെ ബാക്കി ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയാകുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് വലിയ ഭാരമില്ലാതെ ഇത്രയും ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങളുടെ എക്സാമിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ഓരോ ദിവസവും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കാണുക. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്നും അറിയാത്ത കുട്ടികളെ സംബന്ധിച്ച് ഇത് വളരെയധികം നിങ്ങൾക്ക് സഹായകരമായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ഇതുപോലുള്ള ചെറിയ നുറുങ്ങു വിദ്യകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. എക്സാമിന് അധികം സമയമില്ല എന്നറിയാമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. Let's learn together. Thank you very much.